എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ് ടാരറ്റിലേക്ക് സ്വാഗതം. അനിടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Pentacles, Hermit mode, Tower moment, Two of Wands, King, High Priestess, and last Six of Cups energy connections ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 of Pentacles energy connections ആണ്. കരിയർ റിലേറ്റഡ് ആയിട്ട് വളരെ സന്തോഷം നിറഞ്ഞ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് താങ്കൾക്ക് ഓഫീസ് റിലേഷൻഷിപ്സ് ഉണ്ടാവാൻ ചാൻസസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രണയം, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിൽ പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ കാണിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിര് കടന്ന ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അതിൽ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കണക്ഷൻസ്, നെറ്റ്വർക്കിംഗ് കണക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം കൂടെ വർക്ക് ചെയ്ത ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് പുതിയ ജോലിയിലേക്ക് കയറാനും ഒക്കെയുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജോലി ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലിക്കുള്ള സാഹചര്യം, ഇപ്പോൾ ജോലി പെർമനൻ്റ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പെർമനൻ്റ് ആയിട്ടുള്ള ജോലി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. അതേപോലെ മേലധികാരികളിൽ നിന്ന് നല്ല വാക്കുകൾ, കാര്യങ്ങൾ കേൾക്കാം. നിങ്ങളുടെ ബോസ് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതും അതുമൂലം നിങ്ങൾക്ക് പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ റെക്കമെൻഡേഷൻ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫേവറേറ്റ് ആയതുകൊണ്ട് ലഭിക്കുന്നൊരു സാഹചര്യമല്ല, മറിച്ച് നിങ്ങളുടെ ഹാർഡ് വർക്ക് കണ്ടിട്ടുള്ള ഒരു ഇതാണ്. അല്ലാതെ ഒരാൾ നിങ്ങളോട് ഉള്ള പാർഷ്യാലിറ്റി കൊണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് ലഭിക്കുന്ന ഒരു ജോലി എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടപ്പോൾ ഒരു ബാലൻസ് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കാരണം ജോലിയിൽ ഒരു ഉന്നമനം ഉണ്ടാകുമ്പോൾ പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ടാകുന്നു. സാമ്പത്തിക പരിസ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജോലിയോടൊപ്പം തന്നെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നൈറ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ വീക്കെൻഡ് ക്ലാസ്സിലൊക്കെ ചേർന്ന് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ഹെർമിറ്റ് മൂഡാണ്. അപ്പോൾ മെഡിറ്റേഷൻ, യോഗ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾ അത്യധികം താല്പര്യം പ്രകടിപ്പിക്കുക, അത് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകും. മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ അത് പഠിക്കുന്നത് പോലെ തന്നെ അതുപോലെയുള്ള ആശ്രമങ്ങളോ അങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങൾ അതുപോലെ ഉള്ളതിൻ്റെയൊക്കെ ഭാഗമാകുക, അങ്ങനെയുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടത്തുക, അതുപോലെയുള്ള ഇതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉത്സവങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമാക്കുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കം ചില ആളുകളാണ് ഈ ഒരു കാര്യം പറയാൻ വരുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങളൊരു പ്രത്യേക അനുഷ്ഠാനം, ആചാരം, ദീക്ഷ എടുക്കുന്ന ഒരു സാഹചര്യം ചുരുക്കം ചില ആളുകളിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു ഗുരുവിൽ നിന്നിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത്, ചില പ്രത്യേക റിച്വൽസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട്ടമ്മമാർ ഇങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അടുത്തിടെയായിട്ടുണ്ടെങ്കിൽ കുറച്ച് മറ്റുള്ളവരുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സോഷ്യലി കുറച്ച് മറ്റുള്ളവരായിട്ട് പുറത്തൊക്കെ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ സാമൂഹ്യ സേവനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കുക,
ആളുകൾ, ഇപ്പോൾ പ്രായമായിട്ടുള്ളവർ, റിട്ടയർ ആയിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ, അതുപോലത്തെ സാഹചര്യം അവരിൽ കാണിക്കുന്നുണ്ട്. ടവർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ്, കൺസ്ട്രക്ഷൻ, മാർക്കറ്റിംഗ്, ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ആർക്കിടെക്ചറൽ, എൻജിനീയറിംഗ്, ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ആവശ്യകത കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് ചില കാര്യങ്ങൾ എന്താണ് ഒരാളോട് ചോദിച്ചിട്ട് ആൾ പറയുന്നത് കേട്ടിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേക ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒരാൾ പറയുന്നത് കേട്ടിട്ട് മാത്രം മുന്നോട്ടേക്ക് പോകാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി നോക്കിയിട്ട് പോവാം. പ്രത്യേകിച്ച് എന്തെങ്കിലും ബിൽഡിങ്ങോ എന്തെങ്കിലും അതായത് അപ്പാർട്ട്മെൻറ്റ്സ് വാങ്ങിക്കുന്നുണ്ട്, ഫ്ലാറ്റോ വീടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എഴുത്തുകുത്തുകൾ കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങൾക്കതിൽ വലിയ പരിജ്ഞാനം ഇല്ല എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, അതിൻ്റെ മേഖലയിലുള്ള ആളുകളെ കാണിക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളെയല്ല, ആ പ്രത്യേക ഡോക്യുമെൻറ്റിനെ കുറിച്ച് അറിവുള്ള ആളുകളെ കാണിച്ച് അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം, പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം ആലോചിച്ച് നോക്കി കണ്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഒന്ന് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കുറവോ മറ്റ് സർക്കാർ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊന്ന് നീണ്ടു പോകാൻ ഡിലേ ആവാനുള്ള ചാൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ്. എന്നിരുന്നാലും കുറച്ച് നീണ്ടു പോയാലും കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ റെഡിയായി വരുന്നതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 2 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 of Wands എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ അവാർഡുകൾ, സമ്മാനങ്ങൾ, അതുപോലുള്ള അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ 4 പേരറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങളുടെ ലൈഫ് എങ്ങനെയാകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതേപോലെ നിങ്ങളുടെ ജീവിതം ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തിച്ചെല്ലുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ആ കൺഫ്യൂഷനൊക്കെ മാറി വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഗുഡ് ന്യൂസ് ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. തീരുമാനങ്ങളൊക്കെ ധൃതി പിടിച്ചെടുക്കേണ്ടി വരില്ല എന്നുള്ളതും ഒരു ആശ്വാസമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയമെടുത്ത് നിങ്ങൾ ആലോചിച്ച് വ്യക്തമായിട്ട് തീരുമാനിക്കുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതേപോലെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഈവൻ ഉഴപ്പി നടന്നിരുന്ന ആളുകളാണെങ്കിൽ പോലും വിദ്യാഭ്യാസ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും പഠന കാര്യങ്ങൾ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പഠനത്തോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളും സ്പോർട്സിലും ആർട്സിലും ഒക്കെ നല്ല രീതിയിൽ മികവ് കാണിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മക്കൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ മാതാപിതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവരുടെ കഴിവുകൾ നിങ്ങൾക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല എങ്കിലും ചില കഴിവുകൾ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല നിങ്ങൾ കരുതുന്ന രീതിയിൽ അത്രയും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. ഒരു പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടാൻ ചാൻസ് ഉള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട് ഇവിടെ. 6 of Cups എനർജി കണക്ഷൻസ് ആണ്. പലരെ സംബന്ധിച്ച് ഇപ്പോൾ സ്കൂൾ കോളേജ് റീയൂണിയൻ കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ കർമ്മഫലം എന്ന് നമ്മൾ കരുതുന്ന ഒരു കാര്യമുണ്ട്. കർമ്മഫലം സത്യമാകുന്നു എന്ന് പറയാം. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു സാധ്യതയാണ്. നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി തരാൻ നോക്കിയിട്ടുള്ളവർ എന്ന് പറയാം, അവർക്ക് അവരുടേതായിട്ടുള്ള
കർമ്മം ലഭിക്കുന്നു എന്നുള്ളത്, കർമ്മഫലം ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതും, നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുകയും അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഒരു കാലത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യാതിരുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള മുന്നേറ്റം കാണാനായിട്ട് പറ്റുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.